ശ്രീ ടി എൻ പ്രതാപൻ എന്നോടൊപ്പം ഉണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകേണ്ടി വരുന്നത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. മറ്റാളുകളുടെ രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ നീങ്ങുന്നു എന്നാണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്. ഈ ആശുപത്രികളിലൊക്കെ ഇതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് അങ്ങേക്ക് അതിൽ നിന്ന് ആദ്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ, ദൃശ്യമാധ്യമ പ്രവർത്തകന്മാരടക്കം ഈ മുണ്ടത്തിക്കോട് ഇവിടെ വന്ന് ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിലെ കാര്യങ്ങളെല്ലാം വാർത്തയാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള ഈ തയ്യാറെടുപ്പിന് ഈ സത്യം പറഞ്ഞാൽ ഒരു വേണ്ട കരുതൽ ഉണ്ടായോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതിന് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും വലപ്പള്ളി തഹസിൽദാരും അടക്കമുള്ള ആളുകൾ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും 8 പേരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി ആർക്കും ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. ഇവിടെ ഒരു വലിയ വെല്ലുവിളിയായി പറയുന്നത് ശ്രീ ടി എൻ പ്രതാപൻ, ഈ തുടർ സ്ഫോടനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. വലിയൊരു സ്ഥലത്ത് അപ്പുറത്ത് വെടിപൊട്ടുന്നു, അപ്പോൾ അത് പുക ഇങ്ങനെ വരുന്നു, കാഴ്ച പ്രശ്നം, അതൊക്കെ വലിയ വെല്ലുവിളിയാകുന്നു. അപ്പോൾ അതാണ് ഒരു ഇത്. പക്ഷേ അതിൽ പരിസരത്ത് ആളുകളില്ലെന്നാണ്, വീടുകളില്ലാത്തൊരു പാടത്തിന് നടുവിലാണല്ലോ ഇത് ഉള്ളത്. അതുകൊണ്ട് മറ്റാളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷേ അവിടുത്തെ ജീവനക്കാരെ ഇനി നമുക്ക് വലിയ ആശങ്ക. 40 പേർക്ക് ഊണ് കൊണ്ടുപോയിട്ടുണ്ട്, അതാണിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ 40 പേര് അത് അവിടെ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ രാവിലെ പോയ തൃശ്ശൂരിലെ ദൃശ്യമാധ്യമ പ്രവർത്തകന്മാർക്ക് ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞത് 40-ൽ താഴെ ആളുകൾ അവിടെ എന്തായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോ ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോയത് 40 പേർക്കാണെന്ന് പറയുമ്പോൾ 40 പേര് അവിടെ മിനിമം ഉണ്ട്. അതേക്കാൾ കൂടുതലുണ്ടാകാം, ഒരു പക്ഷെ 40-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. 8 പേരുടെ നിലയാണ് ഗുരുതരമാണെന്ന് പറയുന്നത്. ആംബുലൻസുകളോട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പരിസരത്ത് വെടിമരുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇതിന് കൃത്യമായും ഈ വെടിമരുന്ന്, അതായത് പടക്ക നിർമ്മാണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കളക്ടറും RDOയും ADM ഒക്കെ നേരത്തെ മുതലേ പരിശോധിക്കേണ്ടതാണ്. താലൂക്ക് മജിസ്ട്രേറ്റായിട്ടുള്ള തഹസിൽദാരും അതിന്റെ സൂക്ഷ്മത പൂർണ്ണമായും ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. വർഷങ്ങളായി നിർമ്മിക്കുന്ന ആളുകളാണ് ഇവര്. തൃശ്ശൂർ പൂരത്തിനും അതേപോലെ തന്നെ ഉത്രാളിക്കാവിലുമൊക്കെ വെടിക്കെട്ട് തയ്യാറാക്കുന്നവരാണ് ഈ ടീം. പക്ഷെ ഈ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയുള്ള നിർമ്മാണമായതുകൊണ്ട് അവിടെ അതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണം ഉണ്ടോ എന്നും നേരത്തെ തന്നെ പരിശോധിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഏതായാലും ആളുകൾക്ക് അടുത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ട്. നമ്മൾ വളരെ കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ, മാരകമായ പരിക്കില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആശിക്കാം. അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം തമിഴ്നാട്ടിൽ 23 ആൾ മരിച്ചിട്ട് അധിക മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. നമുക്ക് ആ ചൂട് ഒരു വലിയ ഘടകമാണ്. കേരളം മുഴുവൻ ചൂട് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഈ പടക്ക നിർമ്മാണം. അപ്പോൾ അതീവ സുരക്ഷ വേണം എന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു നമ്മളുടെ കയ്യിൽ നിന്ന്, അല്ലേ? അതെ, തമിഴ്നാട്ടിലെ വാർത്തകൾ വന്ന് നമ്മളെല്ലാവരും വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വെടിക്കെട്ട് തയ്യാറാക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമ പ്രവർത്തകന്മാരടക്കം ഈ സ്ഥലത്ത് മുണ്ടത്തിക്കോട് വരികയും ചെയ്തിരുന്നു. അപ്പൊ കുറെ കൂടിയും 36 മുതൽ 40 വരെ ഡിഗ്രി ചൂട് നിലനിൽക്കുകയാണ്. തൃശ്ശൂരിനെയും പാലക്കാടിനെയും അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഈ മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട. അപ്പൊ സ്വാഭാവികമായും ഈ തമിഴ്നാട്ടിലെ വെടിക്കെട്ട് ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കുറെ കൂടി ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ആളുകളും കുറച്ചുകൂടി ഈ കാര്യക്ഷമമായ പരിശോധനകളും ക്രമീകരണങ്ങളും അവിടെ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇത് തിരുവമ്പാടിക്ക് വേണ്ടതാ, പാറമേക്കാവിന് വേണ്ടിയിട്ടുള്ള വേറെ സ്ഥലമുണ്ട്. അപ്പൊ ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഒരുക്കുന്ന എല്ലാ സ്ഥലത്തും ഈ അന്തരീക്ഷത്തിലെ ചൂടിനും ഊഷ്മാവ് വർദ്ധിച്ചത് കൂടി കണക്കിലെടുത്ത്
കൂടുതൽ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും നേരത്തെ ആയിരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ദുരന്തത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വിമർശനാത്മകമായ വർത്തമാനത്തേക്ക് പോകുന്നതിനേക്കാൾ വലുത് ഇപ്പോ അതിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാനും പരിക്ക് പറ്റിയവർക്ക് കൂടുതൽ ചികിത്സാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. കൂടുതൽ ആളുകൾക്ക് പരിക്കില്ലാതിരിക്കട്ടെ, കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകന്മാരുടെ കൂടെയും അതേപോലെ ആംബുലൻസിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഫയർഫോഴ്സിന്റെയും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടി മനസ്സും ശരീരവും ഒരുമിച്ച് അവിടെ സമർപ്പിക്കാം. യെസ്, അതാണ് അങ്ങയുടെ ആ നിലപാടാണ് വളരെ ശരിയായ നിലപാട്. കാരണം ഇത് രക്ഷിക്കേണ്ട മണിക്കൂറുകളാണ്. ഇവിടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് മറ്റെല്ലാം മറന്ന് ഇതാക്കേണ്ടതാണ്. ഏതായാലും അങ്ങും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരാശ്വാസമുണ്ട്. വളരെ നന്ദി വിവരങ്ങളൊക്കെ പങ്കുവച്ചതിന്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വലിയ ഒരു ആശങ്കയായി വരുന്നത്. മുണ്ടത്തിക്കോടിൽ ഇവർ സ്ഥിരമായി ഇത്തരം സാമഗ്രികൾ നിർമ്മിക്കുന്നതാണ്. തമിഴ്നാട്ടിലുണ്ടായ ഒരു വലിയ അപകടം, 23 പേരെയാണ് അവിടെ ഈ വിരുദുനഗറിൽ നഷ്ടമായത്. അത് അവിടെ ഈ രാസമിശ്രിതം തയ്യാറാക്കുമ്പോൾ സംഭവിച്ച ഒരു ഘർഷണമാണ് അവിടെ സ്ഫോടനത്തിന് കാരണമായി വന്നത്. ഇവിടെയും സമാനമായ എന്തെങ്കിലും സംഭവമായിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ തീവ്രത കൂടുന്നതിന് ഈ ചൂട് ഒരുപക്ഷെ ഒരു ഘടകമായിരിക്കാം. മറ്റു പല ഘടകങ്ങളും അതിനുണ്ടായിരിക്കാം. ഏതായാലും അത് എന്തൊക്കെയാണെന്നുള്ളത് പരിശോധനകൾ പിന്നീട്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ഒരു വിഷയമായി വരുന്നത് ഈ മനുഷ്യരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. 3 ആളുകളെ നഷ്ടമായി. 40ഓളം പേരവിടെ ഉണ്ട് എന്ന് ഏറെക്കുറെ ഒരു സ്ഥിരീകരണമുണ്ട്. പരമാവധി ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. നാട്ടുകാരും എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്നു എന്നത് ഒരു ആശ്വാസം പകരുന്നു. ഇത് മെഡിക്കൽ കോളേജിന് തൊട്ട് പുറകിലുള്ളൊരു സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെ ഉള്ള ആളുകൾ സേവന സന്നദ്ധരാണ് എന്ന് പല ആളുകളും നമ്മൾ സംസാരിച്ചവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. അത് ഒരു വലിയൊരു ആശ്വാസമാണ്. സേവന സന്നദ്ധരായ ആ മനുഷ്യർ അവരുടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കൂ. എത്ര ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആളുകളെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള, ഇതിനകത്ത് പോയ മനുഷ്യർ ഏത് തരത്തിൽ ഭയന്നിരിക്കണം എന്നൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഭയം, അപ്പോൾ അതിനകത്ത് പെട്ടുപോയ മനുഷ്യരുടെ ഭീതി എന്തായിരുന്നിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു വലിയ ഉഗ്രസ്ഫോടനവും അതിനോട് തുടർ സ്ഫോടനങ്ങളുടെയും ആ ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എത്ര ദൂരെ നിന്നാണ് ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് പോലും അത് കേൾക്കാൻ കഴിയുന്നു. പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു, സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം ആശങ്കാഭരിതരാക്കുന്ന, മലയാളികളെ മുഴുവൻ ആശങ്കാഭരിതരാക്കുന്ന, ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികളെ അത്ഭുതത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, ആകെ ഭീതിതമായ സാഹചര്യത്തിലെത്തിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അത് കണ്ടു നിൽക്കാൻ പോലും നമുക്ക് സാധാരണഗതിയിൽ കഴിയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.